ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖല്ലേ മക്കളെ? അപ്പം നമ്മൾ ഋതുവിന് കുറഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അതാണ് സ്കിറ്റും കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാത്ത കേട്ടോ. അപ്പം നമ്മൾ ഓട്ടട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ ഓട്ടട കണ്ടോ, നല്ല സൂപ്പർ ഓട്ടട ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പഴം വിഴുങ്ങാൻ പോയി അവിടെ നിന്ന് ഇട്ടിട്ട് കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ റെഡിയാവും. അപ്പം പറഞ്ഞാൽ കേൾക്കൂല. 15 വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. 1-2 വയസ്സായ കുട്ടികളെ ബുദ്ധിയാണ്. എത്ര ഞാൻ വാരി കൊടുക്കുകയൊക്കെ വേണം. എന്തായാലും അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. എന്നെ കാണാൻ മാങ്ങോ ആ കുട്ടികളുണ്ട് 300 വാങ്ങോ 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 300 അല്ലെ? ഞാൻ പണി വെച്ചാന്നാ നോക്കും. ഞാൻ പോവും, ഇവിടുന്ന് ഇറങ്ങി പോവും. ഞാൻ ചീറ പഠിച്ചിട്ടുണ്ട്. മനുഷ്യന് ഗ്ലൂക്കോസ് ആയിട്ടാണ് അതിനാണ് വേണ്ട ആശുപത്രിക്ക് പറയണേ. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റില്ല. നീച്ചുണ്ടോ നീച്ച് 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 2 ഉള്ളതാ മതി. ഇങ്ങോട്ട് പാ, മീനിന്റെ കണ്ട ഞാൻ തരാം. നീച്ച് നീ പൊന്നു വന്നാ പിന്നെ ഞാൻ എറിഞ്ഞതൊക്കെ എടുത്തിട്ടില്ല. അപ്പൊ കുട്ടികളൊക്കെ വരുന്നു. ഇതിൻ്റെ അടുത്തുനിന്ന് 300 തിന്നോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു കാറ്റിനും എന്താ പനിക്ക് വേണ്ടി എണ്ണ പൊറ്റാൻ പറ്റൂല. നാളെ ഇഡ്ഡലി ചുട്ടരാന്ന് പറഞ്ഞില്ലേ. ഇഡ്ഡലി ചുട്ടു തരും നാളെ. മീൻ, ഇറച്ചി ഇതൊന്നും പറ്റൂല. അതൊക്കെ പൊരിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ വിചാരിച്ചത് അയാള് കുറച്ചൊക്കെ എണ്ണ തിന്നാന്ന് പറഞ്ഞിങ്ങനെ എഴുതിക്കാണ്ട് അങ്ങനെ തിന്നാൻ പറ്റൂല. അപ്പണ്ടാക്കി കൊണ്ടുവരാം. എണ്ണയില്ലാതെ അപ്പം എങ്ങനെ ചൂടുക? അത് തിന്നാൻ പറ്റൂല. ഇത് കറിയാണ്ട് എനിക്ക് വേണ്ടേ. ഇപ്പൊ തിന്നാൻ പറ്റണ ഓട്ടട ഞാൻ ഇഡലി ഒക്കെ ചുട്ട് തരുന്നുണ്ട്. ഞാൻ വിചാരിച്ച നടക്കൂല. ഞാൻ വിചാരിച്ച ഞാൻ എന്താ വിചാരിച്ചിട്ടുണ്ട്. നീ നീച്ചുണ്ടോ? അതൊക്കെ എറിഞ്ഞു പോവും. ഞാൻ എന്റെ പണിയെടുക്കുക 300 തിന്നു. ആ കുട്ടികളൊക്കെ ഉണരുന്നുണ്ട്. നീച്ച് 300 തിന്നു. നീച്ച് ഞാൻ നോക്കട്ടെ. എന്നോട് സ്നേഹം ഉണ്ടാവും നോക്കട്ടെ. എന്നോട് സ്നേഹം ഉണ്ടാവും. 300 തിന്നുവല്ലേ ഞാൻ നോക്കട്ടെ. 5 ഇത് 300 തിന്നുവല്ലേ എന്ന് വെച്ചറിഞ്ഞാ മതി. അപ്പം തരുന്നില്ല, ചോറന്നെ തരുന്നു. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടാവും നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യത്തിനുമില്ല. ഒക്കെ ഇജ്ജ് ചെയ്യുക എല്ലാ കാര്യം. ഇന്നോട് ഒരു കാര്യം പറഞ്ഞോട് വരില്ല. ഇത് വരുന്നുണ്ടോ? ആ കുട്ടിയുള്ളൂ. പന്നെ വിചാരിച്ചാണ് ആ കുട്ടിയുള്ളൂ. എത്ര നേരെ തിന്നാതെ കുടിച്ചാലും നിൽക്കുന്നത്. പട്ടിണി കിട്ടാ ജീവൻ പോവൂലേ. ഇത് നീച്ചുണ്ടോ? ഞാൻ പോവാണ് കേട്ടോ. ഇവിടുന്ന് നീച്ച് 300 തന്നാ മതി. വാ ഇവിടെ വാ. നമുക്ക് മീനിന്റെ പൊട്ടി ഞാൻ തരാം. അത് വാ. നമുക്ക് മീനിന്റെ പൊട്ട് കിട്ടിയാ പോരെ. ഇത് നീച്ചുണ്ടോ? ഇതാനെ പഠിപ്പിച്ചണ്ട. നീച്ച നീച്ച് ചട്ടും കൂടി തരാ. നീച്ച് റിതുവാ ക്യാമറ ഓഫാക്കിക്കൊണ്ട് ഓളെടുക്ക എത്തേലും കട്ടിക്കോട്ടെ. നീ 300 ചോറ് തിന്നണം. ആ കുട്ടികൾ നോക്കുക. 300 തിന്നു എന്റെ അടുത്ത് അറിയാൻ മതി. ഞാൻ മുടക്കും. പീടിയത്തെ ഒരു സാധനം ഇവിടെ തിന്നാൻ പറ്റൂല. ഞാൻ എൻ്റെ അമ്മ മാത്രമൊന്നുമല്ല, സിസ്റ്ററും കൂടെ. എനിക്കറിയാം ഹോട്ടലിൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണെന്ന്. ജിന്നെ പഠിപ്പിച്ചണ്ട. കറിയില്ല എന്നെ എന്താ ഒരു വാസി തിന്നൂല. എന്താ ഒരു വാസി? എന്താ തിന്നൂലെന്ന് വാസി?
ആട്ടെ തിന്നൂല ഓന് വാസിയാണ് അല്ല ഒന്നുമില്ല ചോറോ തിന്നൂല ഓനിപ്പോ വെയ്ക്കണ അന്നും ഓൻ തിന്നൂല ചോറ് ഓൻ തിന്നു 1 കിലോ തിന്നു എന്റെ ലിവറൊക്കെ കേട് കാണാനും വേണ്ടി തല പുറത്തിട്ട് നോക്കി ഈ ചാവിയത് മൂന്ന് തിന്ന് പഞ്ചമാരായ പച്ചക്കറി സാധനങ്ങളൊക്കെ തിന്നണം വെറും ബിസ്മില്ലാഹി ഈ എണ്ണി മേക്കും മാത്രം തിന്നിട്ടാ എനിക്ക് 15 വയസ്സായിട്ടില്ല തല ഉളുകിട്ട 15 വയസ്സായിട്ടില്ല ബുദ്ധി എനിക്കില്ല നോലോളിച്ച നോള മീനെ തിന്നാൻ പാടില്ല മീനൊക്കെ തിന്നാ എന്താ അതിന്റെ കേട് അറിയോ അന്റെ ലിവർ കേടരും അന്റെ ലിവർ അങ്ങനെ കേടുന്നാല് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ ആകെ ഒരു പ്രതീക്ഷയാണ് ആ കമന്റ് ബോക്സിൽ എല്ലാവരും പറയണ്ടില്ലേ താത്ത അങ്ങക്ക് ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ ഇവിടെ ഏറ്റവും ചെറിയ കുട്ടിയാച്ച് അല്ല ഇത് ആലോചിക്കണം മീൻ ഞാൻ തരാം മീനങ്ങനെ തിന്നാൻ പറ്റൂല അങ്ങനെ കാണാൻ ഉള്ളിൽ കയറിക്കപ്പോൾ അങ്ങനെ കാണാനും അവിടെ നിൽക്കാൻ എനിക്ക്